ആദം ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്ന് മരവിച്ചതുപോലെ നിന്നു. ചാർലിയുടെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ വന്ന് ആഞ്ഞു പതിക്കുകയായിരുന്നു. നീ നീ ഇപ്പം എന്താ പറഞ്ഞത്? ദേ ചാർലി, ഞാൻ കോടതിയിൽ പോകാതിരിക്കാൻ നീ എന്നോട് കള്ളം പറയുന്നതല്ലേ ഇതൊക്കെ? ഇതൊന്നും കേട്ട് പിന്മാറുന്നവനല്ല ഈ ആദം. അവനും ദേഷ്യത്തോടെ ചാർലിയെ നോക്കി പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. നീ ഇനിയിപ്പോൾ ഏത് കോടതിയിൽ പോയാലും DNA ടെസ്റ്റ് ആയിരിക്കും കോടതിയിൽ വിധിക്കാൻ പോകുന്നത്. ആ ടെസ്റ്റൊക്കെ ഞാൻ നേരത്തെ ചെയ്തതാ. ഇതിലൂടെ അവൾ എൻ്റെ മകളാണെന്ന് ഞാൻ അറിയുകയും ചെയ്തു. ഇനി നീ എത്ര കോടതിയിൽ പോയാലും ഏത് കോടതിയെ സമീപിച്ചാലും റിസൾട്ട് ഒരിക്കലും മാറാൻ പോകുന്നില്ല ആദം. ഇസാമറിയത്തിൻ്റെ അപ്പൻ അത് ഈ പുലിക്കളത്തിൽ ചാർലി തന്നെയായിരിക്കും. ചാർലി ഉറപ്പോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ നീ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത്? നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നോക്കുകയാണോടാ? ആദം വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ചാർലി അവൻ പിടിച്ചിരുന്ന കൈകൾ ബലമായി എടുത്തു മാറ്റി. സത്യം പറയുമ്പോൾ നിനക്ക് പൊള്ളുന്നത് എന്തിനാ? ചാർലി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ചാർലി, നീ എന്തൊക്കെയാ പറയുന്നേ? ജയിക്കാനാണെങ്കിൽ പോലും കള്ളം പറയരുത്. ജീവൻ അവനെ നോക്കി പറഞ്ഞു. ഞാൻ പറയുന്നത് സത്യം തന്നെയാ. ഇങ്ങനൊരു കാര്യം എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ചാർലി തിരികെ അവനും മറുപടി നൽകി. ആദത്തിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ തലച്ചോറിലേക്ക് ആ വാക്കുകൾ ഒരു ചുറ്റികൊണ്ട് അടിക്കുന്നത് പോലെ തറഞ്ഞു. ഇല്ല, ഇത് കള്ളവാ. നീ പറയുന്നത് മൊത്തം കള്ളത്തരവാ. ആദം ഭ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് തന്നെയാ സത്യം. അവൾ അവൾ എൻ്റെ കുഞ്ഞാ. നിനക്ക് എവിടെ വേണമെങ്കിലും പോയി ടെസ്റ്റ് ചെയ്യാം. എവിടെ നീ DNA ടെസ്റ്റ് നടത്തിയാലും റിസൾട്ട് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ചാർലി അവനെ നോക്കി വീണ്ടും പറഞ്ഞു. ഇല്ല, ഇത് നീയും നിന്റെ ഈ വക്കീലും കൂടി എന്നെ ഒതുക്കാനിറക്കിയ പുതിയ അടവാ. ആദം വീണ്ടും അവനോട് പറഞ്ഞു. അല്ല ആദം, തന്നെപ്പോലെ ഇത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ജീവനും പറഞ്ഞു. ശേഷം അവൻ ചാർലിക്ക് നേരെ തിരിഞ്ഞു. ചാർലി, എന്താ ഇതൊക്കെ? നീയും ഷീതവും കൂടി എല്ലാവരെയും ചതിക്കായിരുന്നോ? അതെങ്ങനെയാ നിന്റെ കുഞ്ഞാകുന്നത്? ജീവൻ അവനെ നോക്കി. ജീവൻ, ശരിയാ നീ പറഞ്ഞത്. എനിക്ക് എല്ലാവരും ചതിക്കേണ്ടി വന്നു ഈ ഒരു കാര്യത്തിൽ. പക്ഷേ നീ പറഞ്ഞതുപോലെ അവൾ ഇതിനകത്ത് ഉൾപ്പെടില്ല. കാരണം അവൾക്ക് പോലും അറിയില്ല ഇസു ഞങ്ങളുടെ കുഞ്ഞാണെന്ന്. ചാർലി അവരെ നോക്കി പറഞ്ഞതും അവർ രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കി. ചാർലി, ജീവൻ അവനെ സംശയത്തോടെ വിളിച്ചു. അതേടാ, നീയും എൻ്റെ ഒപ്പം വരണമെന്ന് ഞാൻ പറഞ്ഞത് അത് ഇതുകൊണ്ടാണ്. ഇത്രയും വർഷം ആരും അറിയാതെ എൻ്റെ മനസ്സിൽ ഞാൻ മൂടി വെച്ച സത്യം അവൾക്ക് പോലും അറിയില്ല. ഞങ്ങളുടെ കുഞ്ഞ് അത് ഞങ്ങളുടെ സ്വന്തമാണെന്ന്. ചാർലി അവനെ നോക്കി പറഞ്ഞു. രണ്ടുപേരുമാണെങ്കിൽ കഥയൊന്നും അറിയാതെ അവനെ നോക്കി നിൽക്കുകയാണ്. നിനക്ക് ഓർമ്മയുണ്ടോ ആദം, ഒരിക്കൽ നീ അവളുമായിട്ട് വഴക്കുണ്ടാക്കി അവളെ രാത്രിയിൽ ആ മഴയത്ത് ഒറ്റയ്ക്ക് മഠത്തിലേക്ക് വിട്ടത്? പള്ളിയിലെ മാർഗംകളി പ്രോഗ്രാം കഴിഞ്ഞിട്ട്. ചാർലി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആദം ആ ദിവസത്തിലേക്ക് പോയി. ഓർമ്മയുണ്ടോ നിനക്ക്? ചാർലിയുടെ ശബ്ദത്തിൽ ആദത്തിൻ്റെ നേർക്കുള്ള പരിഹാസം നിറഞ്ഞു നിന്നു. ആദം വിയർത്തൊലിച്ച് ആ ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചു. അന്ന് പള്ളിയിലെ മാർഗംകളി പ്രോഗ്രാം ആയിരുന്നു. രാത്രിയോടെ ആയിരുന്നു മത്സരം അവസാനിച്ചത്. ആദം അവളെ തിരികെ കാരുണ്യയിലേക്ക് കൊണ്ടാക്കാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർഗംകളി അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആദം അവൻ്റെ കൂട്ടുകാരോടൊപ്പം ഒന്ന് കൂടാൻ പോയിരുന്നു. ഷീതുവിന് ആകെ ദേഷ്യവും സങ്കടവും വന്നു. എത്ര രാത്രിയായാലും അവൻ തിരികെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. എന്നാൽ അവൾ അവിടെ മുഴുവൻ അവനെ നോക്കിയിട്ടും അവൾക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല. തന്നോട് അവൻ വാക്കുപാലിക്കാതെ പെരുമാറിയതിൽ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവിടെയൊക്കെ അവനെ തിരിഞ്ഞു നടന്നിട്ടും അവൾ കണ്ടില്ല. ഒടുവിൽ അവൻ അവിടെ എങ്ങുമില്ല എന്ന് മനസ്സിലാക്കി അവൾ ഫോൺ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവൾക്ക് ആകെ ഒരു തലവേദനയും ക്ഷീണവും പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു മാസം അത്രത്തോളം അവളും കൂട്ടരും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവർക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയതും. ഫസ്റ്റ് പ്രൈസ് ട്രോഫിയൊക്കെ സ്റ്റേജിൽ കയറി വാങ്ങി സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു അവൾ. എന്നാൽ ഇപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. താൻ തിരികെ എങ്ങനെ കാരുണ്യയിലേക്ക് പോകുമെന്നായിരുന്നു അവൾ ആ നിമിഷം ചിന്തിച്ചത്. എത്ര ബെല്ലടിച്ചിട്ടും മറുവശത്തു നിന്നും അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ജനങ്ങളെല്ലാം പിരിഞ്ഞു തുടങ്ങിയിരുന്നു. പള്ളിയിലെ ലൈറ്റുകൾ ഓരോന്നായി അണഞ്ഞു. അവൾക്കാകെ പേടി തോന്നി. അവൾ വീണ്ടും വീണ്ടും അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു. കുറേ തവണ അവളെ വിളിച്ചതിന് ശേഷമാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്തത്. ഇച്ചായ, ഇതെവിടെയാ? ഞാൻ എത്ര നേരമായി വിളിക്കുകയാണെന്നറിയോ? ഞാൻ ഇവിടെ പള്ളിമുറ്റത്ത് നിൽപ്പുണ്ട്. എന്നെ കാരുണ്യയിലേക്കൊന്ന് കൊണ്ടാക്കാവോ? എല്ലാവരും തിരികെ പോയി. ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. അവൾ വല്ലാത്ത ഭയത്തോടെ അവനോട് പറഞ്ഞു. ആ ഷീതു, നീ അവിടെ നിൽക്ക്. ഞാൻ ദേ ഇവന്മാരുടെ കൂടെ നിൽക്കുക. ഒരു 10 മിനിറ്റ് ഞാൻ നിന്നെ കൊണ്ടാക്കാം. അവൻ തിരികെ അവളോടും പറഞ്ഞു. എന്നാൽ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ കുടിച്ചിട്ടുണ്ടെന്ന്. കാരണം അവൻ്റെ ശബ്ദത്തിൽ എന്തോ ഒരു വ്യത്യാസം അവൾക്ക് തോന്നിയിരുന്നു. ഇച്ചൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണോ? ത്തോടെയും സങ്കടത്തോടെയും അവൾ തിരികെ ചോദിച്ചു.
അത് പിന്നെ എടി നീ നിൽക്ക്, ഞാൻ വരാം. അവൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. വേണ്ട, നല്ല മഴ വരുന്നുണ്ട്. ഇച്ചാനെ നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോയിക്കോളാം. എന്തായാലും ഇത് ചെയ്തത് വലിയ മോശമായിപ്പോയി. ഇച്ചാൻ്റെ വാക്ക് വിശ്വസിച്ചല്ലേ ഞാനിവിടെ നിന്നത്. അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. ഒന്നാമത് അവൾക്ക് വല്ലാത്തൊരു വയ്യായിക തോന്നി. ശരീരമൊക്കെ തളർന്നു പോകുന്നത് പോലെ. എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്നൊക്കെയായിരുന്നു ആ സമയത്ത് അവൾ ചിന്തിച്ചിരുന്നത്. അപ്പോഴേക്കും ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. തണുത്ത കാറ്റടിച്ചപ്പോൾ ഷീതുവിന് പനിച്ചൂട് വല്ലാതെ കൂടി. ഷീതു, അവൻ വിളിച്ചു. മഴ പെയ്തു തുടങ്ങി ഇച്ചായ. എനിക്കിനി നിൽക്കാൻ വയ്യ. നല്ല തലവേദനയുണ്ട് എനിക്ക്. ഞാൻ ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ഷീതുവിൻ്റെ സങ്കടം ദേഷ്യമായിട്ട് മാറി തുടങ്ങി. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. ശേഷം താഴെ റോഡിലേക്ക് ഇറങ്ങി. ഒന്ന് രണ്ട് ഓട്ടോയ്ക്ക് കൈ കാണിച്ചിട്ടും ആരും തന്നെ നിർത്താൻ തയ്യാറായിരുന്നില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെ തോന്നാൻ തുടങ്ങി. അവൾ റോഡിലൂടെ മുന്നിലേക്ക് നടന്നു. നനഞ്ഞു കുതിർന്ന വേഷത്തിൽ തണുത്ത് വിറച്ച് നടന്നപ്പോഴേക്കും അവളുടെ ശരീരം പൂർണ്ണമായി തളർന്നു പോയിരുന്നു. ആദ്യത്തിൻ്റെ കാര്യം ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി. ചാർലിയെ വിളിക്കണമെന്ന് മനസ്സിൽ തോന്നിയെങ്കിലും അവൾ വേണ്ടെന്ന് വെച്ചു. കാരണം അവൻ ഏതോ ഫ്രണ്ടിൻ്റെ മാരേജ് റിസപ്ഷന് പോകുകയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ പ്രോഗ്രാം കാണാനും അവൻ വന്നിട്ടില്ലായിരുന്നു. നിറഞ്ഞ കണ്ണുകളെ തുടച്ചുകൊണ്ട് അവൾ കാരുണ്യയിലേക്ക് നടന്നു. രാത്രി ആയതുകൊണ്ട് അധികം ഓട്ടോകളൊന്നുമില്ലായിരുന്നു. അതേസമയം റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു ചാർലി. കനത്ത മഴയത്ത് വൈപ്പർ ഇട്ടിട്ടും റോഡ് വ്യക്തമല്ലാത്ത അവസ്ഥയിലായിരുന്നു. പള്ളിയുടെ മുന്നിലെ റോഡിൽ കൂടി വേണം അവന് വീട്ടിലേക്ക് പോകാൻ. അപ്പോഴാണ് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മഴയത്ത് നനഞ്ഞു കുതിർന്ന് കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ ചാർലി കണ്ടത്. ആദ്യം അവന് കണ്ടിട്ടത് ഷീതുവാണെന്ന് മനസ്സിലായില്ല. കാരണം മാർഗം കളിക്ക് വേണ്ടി അവളൊന്ന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി മുൻപിലേക്ക് ചെന്നിട്ട് അവൻ സഡൻ ബ്രേക്ക് ഇട്ട് കാർ നിർത്തി. ശേഷം എന്തോ സംശയം തോന്നിയതും അവൻ കാർ തിരിച്ചു അവളുടെ സൈഡിലായിട്ട് കൊണ്ടുചെന്ന് നിർത്തി. ഷീതു! ചാർലി ഞെട്ടലോടെ വണ്ടി ബ്രേക്ക് ഇട്ടു. എന്തൊക്കെയോ ഓർത്തുകൊണ്ട് മനസ്സ് വിഷമിച്ച് പോകുകയായിരുന്ന അവളുടെ മുൻപിലേക്ക് പെട്ടെന്നൊരു കാറ് നിർത്തിയതും അവൾ ഞെട്ടിപ്പോയി. എന്നാൽ പിന്നീടത് ചാർലിയുടെ കാറാണെന്ന് അറിഞ്ഞതും അവൾക്കൊരു ആശ്വാസം ഉണ്ടായി. ചാർലി ചായൻ! അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവളാണെന്ന് മനസ്സിലായതും ചാർലി പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും മഴ തകർത്ത് പെയ്തു. കാറിൽ കയറിടി! പാതി ദേഷ്യത്തോടെ അവൻ ഡ്രൈവർ സീറ്റ് തുറന്നതിന് ശേഷം അവളോട് പറഞ്ഞു. ചിന്തിക്കാതെ തന്നെ അവൾ കാറിലേക്ക് കയറി. അവനും ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ഈ രാത്രി മഴയത്ത് നീ എവിടെ പോവാടി? അത് ചോദിച്ചത് മാത്രമേ അവനെ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അവൾ ഉടനെ തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ കരയുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് ശാന്തനായി. ദേഷ്യത്തെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ മുൻപിലിരുന്ന് വിങ്ങുന്ന അവളുടെ നെറുകയിലൊന്ന് തലോടി. മോളെ! അവൻ വിളിച്ചതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശേഷം നടന്ന കാര്യങ്ങൾ മുഴുവൻ അവനോട് പറഞ്ഞു. അവനും ഈ പറഞ്ഞതുപോലെ കൂട്ടുകാരൻ്റെ കല്യാണ റിസപ്ഷൻ കഴിഞ്ഞ് ഒന്ന് കൂടിയിട്ടായിരുന്നു തിരികെ വന്നത്. അവനെയും നല്ല മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നു. അതവൾക്ക് മനസ്സിലായെങ്കിലും അവളൊന്നും തന്നെ ചോദിക്കാൻ പോയില്ല. എനിക്ക് വയ്യ ഇച്ചായ, ശരീരമെല്ലാം തളർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു, അവൾ അവനെ നോക്കി ദയനീയമായിട്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ അവളുടെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ കൈവച്ച് നോക്കി. അവളുടെ ശരീരമാണെങ്കിൽ ചുട്ടു പൊള്ളുന്നുണ്ടായിരുന്നു. നല്ല പനിയുണ്ടല്ലോ നിനക്ക്. ഈ വയ്യായ്ക വെച്ചിട്ടാണോ ഈ പെരുമഴയത്ത് നീ രാത്രി റോഡിൽ കൂടി ഇറങ്ങി നടന്നത്? നിന്റെ കയ്യിൽ എൻ്റെ നമ്പർ ഇല്ലേടി? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ പേടിച്ച് ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. പിന്നെന്താ, നിന്റെ ഫോണിൽ റീചാർജ് ചെയ്തിട്ടില്ലേ? അവൻ വീണ്ടും അതേ ദേഷ്യത്തോട് ചോദിച്ചു. ഉണ്ട്, അവൾ ഭയത്തോടെ മറുപടി പറഞ്ഞു. എന്നെ വിളിച്ചാൽ ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ നിന്നെ വന്ന് കൊണ്ടുപോകുന്നു നിനക്കറിയാവോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം, ഞാൻ വിളിച്ചാൽ ഇച്ചായൻ വരുമെന്ന്. അവൾ മുഖം താഴ്ത്തി വെച്ചുകൊണ്ട് തന്നെ അവനോട് മറുപടി പറഞ്ഞു. മുഖത്തേക്ക് നോക്കി പറയടി. അത് കേട്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. വാടി തളർന്നിരിക്കുന്ന അവളുടെ മുഖം കണ്ട് പിന്നെ അവനൊന്നും തന്നെ പറയാൻ തോന്നിയില്ല. അവളെ അമർഷത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ കാറെടുത്തു. നീ ഇന്ന് കാരുണ്യയിലേക്ക് പോകണ്ട, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാം. നാളെ കാരുണ്യയിലേക്ക് കൊണ്ടാക്കാം. ഡ്രൈവിങ്ങിനിടയിൽ കാറ് തിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വേണ്ട ഇച്ചായ, എന്നെ കാരുണ്യയിലാക്കിയാൽ മതി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ലേ, പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി. അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. അവൻ അവളെയും കൊണ്ട് പോയത് പുലിക്കളത്തിലേക്കായിരുന്നു. അന്ന് അവൻ്റെ മമ്മി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ക്രിസ്റ്റീൻ പപ്പയും ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എവിടേക്കോ പോയിരിക്കുകയായിരുന്നു. അവരുടെ ഒപ്പം പോകേണ്ടതായിരുന്നു ചാർലിയും. അവൻ ഇങ്ങനൊരു ആവശ്യമുള്ളതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. റയാൻ പിന്നെ എക്സാം ഒക്കെ നടക്കുന്നത് കൊണ്ട് ഗ്രൂപ്പ് സ്റ്റഡി എന്നും പറഞ്ഞ് ഏതോ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. ചാർലിയുടെ കാർ പുലിക്കളത്തിൻ്റെ വീടിൻ്റെ മുൻപിലേക്ക് കൊണ്ടുചെന്ന് നിർത്തി. അവൻ്റെ മമ്മി ചെന്ന് വാതിൽ തുറന്നതും ചാർലിയോടൊപ്പം കാറിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കണ്ടതും അവർ സംശയത്തോടെ ഒന്നുകൂടി നോക്കി. അപ്പോഴാണത് ഷീതുവാണെന്ന് അവർക്ക് മനസ്സിലായത്. അവർ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. പനി കാരണം അവൾക്ക് ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ തോന്നി, കാലിനൊന്നും ബലമില്ലാത്തതുപോലെ. എങ്കിലും അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഷീതുമോളെ! അവളുടെ മമ്മി ഓടിച്ചെന്നു. ചാർലി, ഇതെന്താ ഈ രാത്രിയിൽ ഇവൾക്ക് ഇതെന്താ പറ്റിയത്? മമ്മി ഭയത്തോടെ ചോദിച്ചു.
മമ്മി, അവൾ പള്ളിയിലെ പ്രോഗ്രാം കഴിഞ്ഞ് വരികയായിരുന്നു. അതും പറഞ്ഞ് അവൻ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അവർ അവളുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കൈയൊക്കെ നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. ചാർലി, കൊച്ചിന് നല്ല പനിയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോഞ്ഞ എന്താ? അവളുടെ ശരീരത്തിൽ തൊട്ടു നോക്കിയതിനു ശേഷം അവൻ്റെ മമ്മി അവനെ നോക്കി പറഞ്ഞു. അതേ മമ്മി, അവൾക്ക് നല്ല ചൂടുണ്ട്. മമ്മി, അവൾക്ക് എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും ഒക്കെ കൊടുക്ക്. കുറവില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അവനും അവരെ നോക്കി പറഞ്ഞു. ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്ന പനി കൂടുകയല്ലേ ഉള്ളൂ മോളെ. നീ അകത്തേക്ക് കയറി വാ, എന്നിട്ട് ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റ്. ഞാൻ എൻ്റെ ഒരു ചുരിദാർ തരാം. അവർ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. ശേഷം അവളെയും കൂട്ടി അവരകത്തേക്ക് നടന്നു. അവൾക്ക് വേണ്ടി തോർത്തും മറ്റ് ഡ്രസ്സുകളും ഒക്കെ അവരെടുത്തു കൊടുത്തു. ഇന്നൊരു ദിവസത്തേക്ക് മോൾ അഡ്ജസ്റ്റ് ചെയ്യ്. മോൾ ഈ ഡ്രസ്സൊക്കെ ഉണക്കാൻ ഫാനിൻ്റെ അടിയിലിട്ട് ഇട്ടേക്ക്. നാളെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാം ഉണങ്ങിക്കിട്ടും. അവർ പറഞ്ഞതും അവൾ അവരെ നോക്കി തലയാട്ടി. മോള് ക്രിസ്റ്റിയുടെ റൂമിൽ പോയി കിടന്നോ. ചാർലി, നീവൾക്ക് അവൻ്റെ റൂം കാണിച്ചു കൊടുക്ക്. മമ്മി പറയുന്നത് കേട്ട് അവനും തലയാട്ടി. അവനും അവളോടൊപ്പം മുകളിലേക്ക് നടന്നു. ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ടെങ്കിലും അവരോടൊക്കെ സംസാരിച്ചെങ്കിലും അവൾക്കാകെ ഒരു വയ്യായ്ക പോലെ തോന്നിയിരുന്നു. അവളെ അവൻ ക്രിസ്റ്റിയുടെ റൂമിലേക്കാക്കി. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ആദ്യമാണെന്ന് മനസ്സിലായതും അവൾ ദേഷ്യത്തോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. അവളെ റൂമിലേക്കാക്കിയിട്ട് ചാർലി തിരികെ അവൻ്റെ മുറിയിലേക്ക് പോകാനായി തുടങ്ങി. ഇച്ചായ, പുറകിൽ നിന്നും അവൾ വിളിച്ചതും അവനൊന്ന് നിന്നു. ഇച്ചായം വിളിച്ച ഫോൺ എടുക്കണ്ട. മദറിനെ വിളിച്ച് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കണേ. പിന്നെ റിയയ്ക്കൊന്ന് മെസ്സേജ് അയച്ചേക്കണേ. ഞാൻ നാളെ അവളെ വിളിച്ചോളാന്ന് പറഞ്ഞേക്ക്. അവൾ രാത്രിയിൽ എന്നെ എന്നും വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അവൾ പറയുന്നത് കേട്ട് അവൻ തലയാട്ടി. റിയ അവളുടെ മമ്മിയുടെയും പപ്പയുടെയും ഒപ്പം വിദേശത്താണ്. എങ്കിലും എന്നും അവൾ ഷീതുവിനെ വിളിക്കാറുണ്ട്. ആദത്തോടുള്ള ദേഷ്യത്തിന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവൾ ഫോൺ വിളിക്കുമ്പോൾ താൻ എടുത്തില്ലെങ്കിൽ അവൾ പേടിക്കുമെന്ന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് അവൾ ചാർലിയോടത് പറഞ്ഞത്. ആദത്തിന് അവളോടുള്ള അവഗണനയോർത്ത് ചാർലിയുടെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറുകയായിരുന്നു. അവൻ തിരികെ തൻ്റെ റൂമിലേക്ക് ചെന്നു. പുറത്തു പെയ്യുന്ന കനത്ത മഴയേക്കാൾ വലിയൊരു കൊടുങ്കാറ്റായിരുന്നു ആ നിമിഷം അവൻ്റെ മനസ്സ് നിറയെ. ഈ രാത്രിയിൽ അവളെ തനിച്ചു പറഞ്ഞു വിട്ടത് അവനിൽ ആദത്തോടുള്ള വെറുപ്പുണ്ടാക്കി. ജീവനെ തുല്യം സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന പെണ്ണിനെ കടുത്ത പനി വന്നിട്ട് പോലും ഈ അർദ്ധരാത്രിയിൽ ആ കനത്ത മഴയത്ത് തനിച്ചു വിട്ടല്ലോ അവൻ. ഇതാണ് അവൻ്റെ സ്നേഹം. എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ രാത്രിയിൽ എന്തെങ്കിലും അപകടം അവൾക്ക് സംഭവിച്ചിരുന്നെങ്കിലോ? അവളെ സ്നേഹിക്കാൻ ഒട്ടും അർഹതയില്ലടാ ആദം. അവൾക്കും നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം മാറി തന്നവനല്ലേ ഞാൻ. അവൾ എൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഞാൻ കൈവളെ കൊണ്ട് നടന്നേനെ. ചാർലി പല്ലിറുമിക്കൊണ്ട് റൂമിലെ ചുമരിൽ ആഞ്ഞടിച്ചു. അത്ര ദേഷ്യം അവന് തോന്നി. ദേഷ്യം അടക്കാൻ കഴിയാതെ വന്നതും കുറച്ചു കുടിച്ചിരുന്ന അവൻ തൻ്റെ അലമാരി തുറന്നതിന് ശേഷം അതിലവൻ കരുതി വെച്ചിരുന്ന മറ്റൊരു കുപ്പിയും കൂടി എടുത്തു. ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് അവൻ കുടിക്കാൻ തുടങ്ങി. ഒറ്റ വലിക്കത് കുടിച്ചു തീർക്കുമ്പോഴും അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ആദത്തോടുള്ള വെറുപ്പ് അവൻ്റെ ഉള്ളിലെ മദ്യത്തിൻ്റെ ലഹരിയെ ഇരട്ടിയാക്കി മാറ്റി. ഡ്രസ്സൊക്കെ മാറി അവൻ്റെ മമ്മിയുടെ ഒരു ചുരിദാർ എടുത്തിട്ട് അവൾ പാതി ബോധത്തോടെ താഴേക്ക് ചെന്നു. അവളുടെ കണ്ണുകളൊക്കെ അടഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. എങ്കിലും കഴിക്കാൻ ചെല്ലണമെന്ന് ഓർമ്മിപ്പിച്ച് അവൻ്റെ മമ്മി വിട്ടതുകൊണ്ട് തന്നെ അവൾ താഴേക്ക് ചെന്നു. അവിടെ മമ്മി അവൾക്കായിട്ട് കാത്തിരിപ്പുണ്ടായിരുന്നു. ഷീതു വരുന്നത് കണ്ട് മമ്മി സ്നേഹത്തോടെ അവളെ കസേരയിലേക്ക് ഇരുത്തി. മോള് വാ, കഴിക്ക്. അവൻ ഇനി കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും താമസിക്കും. മാത്രമല്ല അവൻ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. ഇനി ഫുഡൊന്നും കഴിക്കില്ല. നിനക്കാണെങ്കിൽ നല്ല പനിയുണ്ട്. കഴിച്ചിട്ട് മോള് പോയി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവർ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് പനിയായതുകൊണ്ട് അവർ അവൾക്ക് വേണ്ടി ചുക്കുകാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടത് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഒരുപക്ഷെ തൻ്റെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ ആയിരിക്കാം തൻ്റെ അമ്മയും തന്നെ ശുശ്രൂഷിക്കുന്നതെന്ന് അവളും ചിന്തിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞു തുളുമ്പി. എന്തിനാ എൻ്റെ മോള് കരയുന്നത്? അവർ അവളുടെ കവളിലൊന്ന് കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൾ കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു. അതിനെന്താ എൻ്റെ മോള് വിഷമിക്കുന്നേ? നീ എനിക്കെൻ്റെ മോളെപ്പോലെ തന്നെയാ. സത്യം പറഞ്ഞാൽ ചാർലി നിന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവരത് പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അതിനു മുമ്പേ തന്നെ മോളും ആദവും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരെ ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഭക്ഷണം കഴിക്കുക, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവരൊരു പുഞ്ചിരിയോടെ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ തലയാട്ടി. മമ്മി നൽകിയ ചുക്കുകാപ്പിയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും അവൻ്റെ മമ്മി അവൾക്ക് പനിയുടെ ഒരു ഗുളിക കൂടി കൊടുത്തു. ശേഷം അവൾ കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോയിരുന്നു. റൂമിലേക്ക് വന്ന് അവൾക്ക് ചാർലിയെ ഒന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ മനസ്സ് അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ആ മരുന്നിൻ്റെ കൂടെ ആഘാതത്തിൽ അവൾ പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് വീണു തുടങ്ങി. മദ്യം അവൻ്റെ ശരീരത്തിലേക്ക് വ്യാപിച്ചു. മാരേജ് റിസപ്ഷന് കഴിഞ്ഞ് വന്നതായതുകൊണ്ട് അവൻ ഇനി ഫുഡൊന്നും കഴിക്കില്ല എന്ന് മമ്മിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും കിടക്കാനായിട്ട് പോയി.
ഓൾറെഡി മദ്യം കഴിച്ചതുകൊണ്ടും അതിനു മുകളിൽ വീണ്ടും മദ്യം അവൻ്റെ ശരീരത്തിലേക്ക് ചെന്നതും അവൻ്റെ നിയന്ത്രണവും തെറ്റാൻ തുടങ്ങി. അവന് അവളെ കാണണമെന്നുള്ള ചിന്ത വന്നുകൊണ്ടിരുന്നു. ആദത്തോടുള്ള ദേഷ്യവും അവളോടുള്ള പ്രണയവും അവളെ അവന് വിട്ടുകൊടുക്കണ്ടായിരുന്നു എന്നുള്ള ചിന്തയും അവൻ്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. ദേഷ്യവും സങ്കടവും ഒക്കെ അവൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. അവളോട് താൻ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അവളെ താൻ മാത്രം സ്വന്തമാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത അവൻ്റെ മനസ്സിനെ ആ നിമിഷം അലട്ടാൻ തുടങ്ങിയിരുന്നു. മനസ്സിലുള്ള പ്രണയം അവളെ അറിയിക്കണമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആരോ അവനോട് പറയുന്നത് പോലെ. അതിൻ്റെ ഒരു ആഘാതത്തിൽ അവളെ കാണണമെന്ന് തോന്നി അവൻ റൂമിൻ്റെ പുറത്തേക്കിറങ്ങി. ചാർലി റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ മദ്യം അവൻ്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും തെറ്റിച്ചിരുന്നു. ഉള്ളിൽ ആദത്തോടുള്ള കടുത്ത ദേഷ്യവും താൻ ജീവനതുല്യം പ്രണയിക്കുന്ന പെണ്ണിൻ്റെ സാന്നിധ്യവും അവൻ പതുക്കെ ക്രിസ്റ്റിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ടും അവളുടെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടതുകൊണ്ടും വാതിലൊന്നും അടയ്ക്കാതെ അവൾ കട്ടിലിലേക്ക് പോയി കിടന്നു. അവൻ ചെന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. മുറിയിൽ നേർത്തൊരു ഡിം ലൈറ്റിൻ്റെ വെളിച്ചം മാത്രം. അവളുടെ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറി മമ്മിയുടെ ചുരിദാറൊക്കെ ഇട്ട് ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു അവൾ. മരുന്നിൻ്റെ ലഹരിയിലും പനിയുടെ ആഘാതത്തിലും അവളുടെ ബോധം പൂർണ്ണമായി മറഞ്ഞിരുന്നു. ചാർലി പതുക്കെ അവളുടെ അരികിലേക്ക് വന്നിരുന്നു. അവൻ്റെ ചൂടുള്ള ശ്വാസം മുഖത്ത് പതിച്ചപ്പോൾ പനിയുടെ അബോധാവസ്ഥയിൽ ഷീതു പതുക്കെ കൺപീലികൾ ചലിപ്പിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് പതുക്കെ മുഖം അടുപ്പിച്ച് അവളുടെ നെറ്റിയിലും കവിളുകളിലും തൻ്റെ അധരങ്ങൾ അമർത്തി. ഉറക്കത്തിലെന്നതുപോലെ അവളൊന്ന് ചിണുങ്ങി. ഞാൻ നിന്നെ എന്തുമാത്രം പ്രണയിച്ചിരുന്നു എന്ന് നിനക്കറിയോ ഷീതു? നിന്റെ ഈ ആദത്തിന് നിന്നെ എന്നെപ്പോലെ സ്നേഹിക്കാൻ കഴിയില്ലടി. അവൻ നിന്നെ ഈ മഴയത്ത് ഒറ്റയ്ക്കാക്കിയപ്പോൾ നിന്റെ നിഴലായി കൂടെ ഉണ്ടായിരുന്നത് ഈ ചാർലി അല്ലേ? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് പെണ്ണെ. ഓരോ നിമിഷവും നിന്നെ കാണുമ്പോൾ, നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്നിലുണ്ടാകുന്ന വികാരങ്ങൾ അത് നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ചാർലിയുടെ വാക്കുകളിൽ അത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയത്തിൻ്റെ സർവ്വവന്യതയും നിറഞ്ഞു നിന്നിരുന്നു. എൻ്റെ കൈകൾ അവളുടെ കവിളുകളിലൂടെ പതുക്കെ അരിച്ചിറങ്ങി. അവളുടെ ശ്വാസത്തിൻ്റെ ചൂട് അവൻ്റെ മുഖത്ത് വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. കുടിച്ചിരുന്ന മദ്യത്തിൻ്റെ ഹാങ് ഓവറും അവളെ കാണുമ്പോൾ അവനിലുണ്ടാകുന്ന വികാരങ്ങളും അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിക്കാൻ തുടങ്ങി. ചാർലി പതുക്കെ അവളുടെ തടിച്ച ചുണ്ടുകളിലേക്ക് നോക്കി. പനിച്ചൂടിൽ അത് കൂടുതൽ ചുവന്നു തുടുത്തിരുന്നു. അവൻ തൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് കൂടുതൽ അടുപ്പിച്ചു.